പെരിയ കേസിൽ ശിക്ഷാവിധി റദ്ദാക്കിയതിന് പിന്നാലെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ CPM നേതാക്കൾക്ക് കാസർഗോഡ് വൻ സ്വീകരണം ഒരുക്കിയിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് പടക്കം പൊട്ടിച്ചായിരുന്നു സ്വീകരണം. പള്ളിക്കരയിലും ഇപ്പോൾ സ്വീകരണം നൽകുകയാണ്. സിനോജ് തോമസ് വിവരങ്ങളുമായി. സിനോജ്, ഇപ്പോൾ വിപ്ലവം ജയിച്ച മട്ടിലാണ് നേതാക്കൾക്ക് വലിയ സ്വീകരണം നൽകുന്നത്. CPMനെതിരായ നുണക്കോട്ട പൊളിഞ്ഞു എന്നാണ് നേരത്തെ KV കുഞ്ഞിരാമൻ പ്രതികരിച്ചത്. സ്ഥലത്തെ പ്രധാന നേതാക്കൾ എല്ലാവരും ഉണ്ടോ? പ്രവർത്തകരും അവിടെ തടിച്ചുകൂടിയിരിക്കുകയാണോ? സ്മൃതി, അതായത് ഞാൻ കണ്ണൂർ സെൻട്രൽ മുതൽ ഇവർക്കൊപ്പം യാത്ര ചെയ്യുന്ന ആളായിരുന്നു. ജില്ലാ അതിർത്തിയായി ചെറുപ്പത്തിലാണ് ഒരു സ്വീകരണത്തിൻ്റെ ആവേശം കണ്ടു തുടങ്ങിയത്. ആദ്യ കേന്ദ്രമായി കാഞ്ഞങ്ങാട് വലിയ സ്വീകരണം ഈ പ്രവർത്തകരൊക്കെ തന്നെ പൊട്ടിച്ച് അഭിവാദ്യം രക്തഹാരം അണിയിച്ച് മുദ്രാവാക്യം വിളിച്ചാണ് KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള 4 CPM നേതാക്കളെയും പ്രവർത്തകർ സ്വീകരിച്ചത്. തൊട്ട് അപ്പുറത്തേക്ക് കടന്ന് പള്ളിക്കലെത്തിയപ്പോഴും റോഡിലിറങ്ങിയ നേതാക്കന്മാരെ ഇവിടെയും സ്വീകരിച്ചു. രക്തഹാരം അണിയിച്ചു മുദ്രാവാക്യം വിളിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് നേതാക്കളെ സ്വീകരിച്ചിരിക്കുന്നത്. അവർ ഉദുമയിലേക്ക് പോവുകയാണ്. നൂറുകണക്കിന് ആളുകൾ ഈ പള്ളിക്കരയിൽ ഉണ്ടായിരുന്നു. രാവിലെ MV ബാലകൃഷ്ണൻ മാസ്റ്റർ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഈ രീതിയിലുള്ള സ്വീകരണം ഒന്നും തന്നെ ഇല്ല, അങ്ങനെ ക്രമീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. കാഞ്ഞങ്ങാട് വലിയ രീതിയിലുള്ള സ്വീകരണവും പൊതുയോഗവും ഒക്കെ തന്നെ സംഘടിപ്പിക്കാൻ വലിയ സ്വീകരണമാണ്. പടക്കം പൊട്ടിച്ചാണ് ഇപ്പോൾ KV കുഞ്ഞിരാമനടക്കം പെരിയ കേസിൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ സ്റ്റേ വന്നതിന് ശേഷം, ശിക്ഷാവിധി സ്റ്റേ ചെയ്തതിനു ശേഷം പുറത്തിറങ്ങിയ നേതാക്കൾക്ക് ലഭിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിലെത്തി. PK ശ്രീമതിയും VP ദിവ്യയും അടക്കമുള്ള നേതാക്കൾ ജയിലിലെത്തി പ്രതികളെ കണ്ടിരുന്നു. ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴും വലിയ സ്വീകരണമാണ്. MV ഗോവിന്ദൻ്റെ പ്രതികരണം, P ജയരാജൻ്റെ പ്രതികരണം, EP-യുടെ പ്രതികരണമൊക്കെ ഇതിനകം വന്നു കഴിഞ്ഞിരിക്കുന്നു. മാലയിട്ട് സ്വീകരിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് നേരത്തെ MV ഗോവിന്ദൻ ചോദിച്ചത്. CPMനെതിരായ നുണക്കോട്ട പൊളിഞ്ഞു എന്നാണ് നേരത്തെ KV കുഞ്ഞിരാമൻ പ്രതികരിച്ചത്. കാഞ്ഞങ്ങാടും സ്വീകരണം. കണ്ണൂർ അതിർത്തി മുതൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി നേതാക്കൾ കാസർഗോഡ് എത്തുകയാണ്. പെരിയ കേസിൽ കൃപേഷിൻ്റെയും ശരത്ലാലിൻ്റെയും അതിക്രൂരമായ കൊലപാതകത്തിൽ CBI കോടതി വിധിച്ച വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അനുകൂല വിധി സമ്പാദിച്ചാണ് CPM നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നേതാക്കളുടെ പങ്ക് ഒരു ഗൂഢാലോചന എന്ന ആരോപണം തെറ്റെന്ന് തെളിഞ്ഞു എന്നുള്ളതാണ് CPMൻ്റെ വാദം. ഗൂഢാലോചന നടന്നതല്ല എന്നതാണ് CPMൻ്റെ വാദം. അതുപ്രകാരം ഇപ്പോൾ നേതാക്കൾ കുറ്റവിമുക്തരായി എന്നാണ് ഈ സ്റ്റേ വിശേഷിപ്പിക്കുന്നത്.